കസ്റ്റമറെ എല്ലാവർക്കും ഹുജു സേവർ എന്ന യൂട്യൂബ് ചാനലിൽ സ്വാഗതം. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യം കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഏവിയറിൽ സൺലൈറ്റ് എത്രത്തോളം പ്രധാനമാണെന്നും ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്ത പോലെ കുറേ കുഞ്ഞുങ്ങൾ നമ്മളെ ഏവിയറിൽ വിരിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്നും എല്ലാം കൂടെ ഉള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. പിന്നെ ഞാൻ മെഡിക്കറപ്പാണ്, അപ്പോൾ ഹോസ്പിറ്റൽ ഫീൽഡാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കൽ എല്ലാ ആഴ്ചയിലും മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറേ ആൾക്കാർ വീഡിയോ ഇടുന്നില്ലേ ഇടുന്നു ചോദിക്കുന്നു, ഒരുപാട് സന്തോഷം ചോദിക്കുന്നതിന്. പിന്നെ എൻ്റെ വീട്ടിൽ കിളി വാങ്ങിക്കാൻ വേണ്ടുന്നത് പ്രത്യേകിച്ച് ഞാൻ പറയുന്നുണ്ട്. എൻ്റെ ഇപ്പം കുഞ്ഞുങ്ങളിപ്പം ആയിട്ടേ ഉള്ളൂ. അവർ 2 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുവിധം എല്ലാവരും നെസ്റ്റ് ഔട്ടാകും. അപ്പോൾ ആൾറെഡി കുറച്ച് പേര് നെസ്റ്റ് ഔട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് DNA എടുത്തിട്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അവർക്ക് ഉറപ്പായും ഞാൻ ബേഡുകൾ തരുന്നതായിരിക്കും. ഇതിലേക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പറഞ്ഞിരിക്കും. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന എല്ലാവരും എൻ്റെ സ്വന്തം സഹോദരനും ഒരു അച്ഛനമ്മ ചേട്ടൻ ആ ഒരു രീതിയിൽ ഞാൻ കണക്കാക്കുള്ളൂ. അല്ലാതെ ഞാനിത് നിങ്ങൾക്ക് ഞാനൊരു ബിസിനസ്സായി ചെയ്ത് നിങ്ങൾക്ക് കിളിയെ തന്ന് പറ്റിക്കാൻ എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല. എൻ്റെ സ്വന്തം അനിയന്മാർ, എൻ്റെ ചേട്ടന്മാർ, എൻ്റെ സ്വന്തം അച്ഛനമ്മ ആ ഒരു രീതിയിൽ കാണിക്കുന്ന സ്നേഹമോ എല്ലാം ഞാൻ പറയുന്നതായിരിക്കും. അപ്പം ഞാൻ അങ്ങനെ കിളികളെ ഞാൻ കൊടുക്കത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഞാൻ അല്ലാതെ മാക്സിമം നിങ്ങൾക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല നല്ല കിളികൾ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് വീട്ടിലോട്ട് പോകാം. കാണുമ്പോഴത്തേക്ക് അറിയാം നമ്മളെ ഏവർക്കകത്തെ സൺലൈറ്റ് എത്രത്തോളം അടിക്കുന്നെന്ന്. ഓക്കെ, ഇത് നമ്മുടെ പാത്രം കഴുകുന്ന സെക്ഷനാണിത്. ഇപ്പം പാത്രം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റീൽ പാത്രം നമ്മൾ എല്ലാ ദിവസവും നമ്മൾ സോഫ്റ്റ് ഫുഡ് കൊടുക്കുന്നുണ്ട്. പയർ, ഗോതമ്പ്, ബീട്രൂട്ട് എല്ലാം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വൃത്തി കണ്ട. അപ്പം ഇതേമാതിരി നമ്മൾ വൃത്തിയായിട്ട് എല്ലാ ദിവസവും കഴുകി വയ്ക്കുന്നതാണ്. വൃത്തിയില്ലാതെ ഞാൻ ഒരിക്കലും കൊടുക്കത്തില്ല. ഞാൻ കുറേ ഏവിയറിക്കകത്ത് കണ്ടിട്ടുണ്ട്. ഓക്കെ, വൃത്തിയില്ലാതെ കിടക്കുന്നത്. ഇത് നമ്മുടെ ഏവിയറിക്കകത്തുള്ള കാര്യങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നത് സൺലൈറ്റ്. നമ്മളെ കിളിയേക്ക് സൺലൈറ്റ് എത്രത്തോളം പ്രധാനമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മനുഷ്യർക്ക് തന്നെ അറിയാമല്ലോ സൺലൈറ്റ് എന്താണ് ആവശ്യമെന്ന്. അപ്പം നമ്മൾ കിളികളെ സൺലൈറ്റിനുള്ള മെയിനായിട്ട് നമ്മൾ കിളിയേക്ക് സൺലൈറ്റ് ആവശ്യമുണ്ട്. സൺലൈറ്റ് എന്ന് പറഞ്ഞത് ചിലപ്പം അൾട്രാ വയലറ്റിൽ നല്ല ഉച്ചയ്ക്കത്തുള്ളതെന്നല്ല, നമ്മൾ രാവിലത്തെ ഇളം വെയിലും വൈകിട്ടത്തെ ഇളം വെയിലുമാണ് നമുക്ക് സൺലൈറ്റായിട്ട് നമ്മളെ കിളിയേക്ക് അടിക്കേണ്ടത്. ഓക്കെ, അപ്പം നമ്മുടെ കിളിയേക്ക് എന്താണ് സൺലൈറ്റ് അടിക്കാനുള്ള ഉപയോഗം എന്ന് പറഞ്ഞത് നമ്മുടെ ഏവർക്കത്തുള്ള ജസ്റ്റ് കാണിച്ചു തരാം. നല്ല രീതിയിൽ നമ്മളെ കിളികൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇത് ബ്രീഡായി കുഞ്ഞുങ്ങളുണ്ട്. അപ്പുറത്ത് അതിൻ്റെ കുഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം തന്നെ 4 മുട്ട വരെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതേമാതിരിയാണ് നമ്മളെ ഏവരിലൊരു 2-3 പേർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ജസ്റ്റ് ഒരെണ്ണം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പം നമ്മളെ ക്ലിയർ നല്ല രീതിയിലുള്ള ആഹാരവും നല്ല രീതിയിൽ സപ്ലിമെൻറ്റും നല്ല രീതിയിൽ സൺലൈറ്റും നമ്മളെ ഏവിയർ നല്ല രീതിയിലായതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് നല്ല രീതിയിലുള്ള ബ്രീഡിങ് നിങ്ങൾ കാണുന്നത് കണ്ടല്ല. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ബേഡിൻ്റെ ക്വാളിറ്റി ആയാലും ആവാൻ കാരണം മെയിനായിട്ടുള്ള റീസൺ സൺലൈറ്റാണ്. നമ്മളെ ഏവിയർക്കകത്ത് വൈകിട്ടത്തുള്ള സൺലൈറ്റും രാവിലത്തുള്ള സൺലൈറ്റും നമ്മൾ അടിക്കുന്നതുകൊണ്ട് മാത്രമാണ്. പിന്നെ അടുത്ത് നമ്മൾ സൺലൈറ്റിനെ പ്രധാനമായിട്ടും നമുക്ക് ആവശ്യമുള്ളത് ഫ്ലൈയിങ് കേജാണ്. ഫ്ലൈയിങ് കേജിൻ്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബ്രീഡിങ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബേഡുകളെ നല്ല രീതിയിൽ ഫ്ലൈ ചെയ്യിപ്പിച്ചാൽ അതിൽ ഫാറ്റോ ഒന്നും വരില്ല. കിളി നല്ല ആരോഗ്യത്തോടെ ഇരിക്കും. ഓക്കെ, നമുക്കറിയാം നമ്മൾ ഒരു ബ്രീഡിങ് എന്ന് പറയുന്ന ഒരു പ്രസവം പോലെയാണ്. അപ്പം പ്രസവിച്ച് കഴിഞ്ഞ അമ്മമാരെ നമ്മൾ നല്ല രീതിയിൽ അവരെ നല്ല രീതിയിലൊന്ന് ആരോഗ്യത്തോടെ എടുക്കാൻ വേണ്ടി നമ്മൾ ജിമ്മിലായാലും നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കിളികൾ അവർക്കുള്ള ആരോഗ്യം എന്ന് പറയുന്നത് നല്ലതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇത് 6 അടി നീളം, 4 അടി പൊക്കം, 2 അടി വീതിയാണ്. ഓക്കെ, അങ്ങനെ ഞാൻ 2 ഫ്ലൈയിങ് കേജ് ചെയ്തിട്ടുണ്ട്. ഇത് ടെമ്പറേച്ചറിൻ്റെ മെഷീനാണ് കേട്ടോ, നമ്മളെ ഏവർക്കകത്തുള്ള. ഓക്കെ, നമ്മൾ റൂമിലാണ് ടെമ്പറേച്ചർ ഉള്ള പോലെ നമ്മൾ ഏവർക്കകത്ത് ടെമ്പറേച്ചർ ഉണ്ട്. 2 ഫ്ലൈയിങ് കേജാണുള്ളത്. ഇത് 6 ആണ്. ഓക്കെ, നമ്മളതിലൊരു 6 മാസമായ കുഞ്ഞുങ്ങളാണ്. ഇതിൽ ആൾറെഡി കുറച്ച് ബേഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് ബേഡ്, 2-3 ഫീമെയിലുകൾ മാത്രമേ കൊടുക്കാനുള്ളൂ. കണ്ട, ഈ ഒരു കുഞ്ഞുങ്ങളെ ദേഹത്ത് പോലും സൺലൈറ്റ് അടിക്കുന്നുണ്ട്. അങ്ങനെ രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഒരു ഡ്രീം ഏവിയർ ആയിരുന്നു ഇത്. ഓക്കെ, നമ്മളെ ശരീരത്തിലും നമ്മുടെ ശരീരത്തിൽ തന്നെ നോക്കുമ്പോൾ അറിയാം എത്രത്തോളം സൺലൈറ്റ് അടിക്കുന്നെന്ന്. നമ്മളെ കിളികളെ നല്ല ഫെതറായാലും കിളികളെ ആരോഗ്യമായാലും നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ സൺലൈറ്റ് അടിക്കുന്നതിനും സൺലൈറ്റ് വേണമെന്നുള്ള ആവശ്യം. ഓക്കെ, അപ്പം കിളികളെ നല്ല ആരോഗ്യത്തോടെ ആയാലും അതിനാവശ്യം സൺലൈറ്റാണ്. അപ്പം അതേമാതിരി വൃത്തി. ഓക്കെ, നിങ്ങൾക്ക് വൃത്തി ട്രേയിൽ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കിളികളെ മാക്സിമം ട്രേ വൃത്തിയാക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കിളികളെ ട്രേ എല്ലാം വൃത്തിയാക്കി സൂക്ഷിച്ച് വയ്ക്കുക. എനിക്ക് കിളികൾ അസുഖവും കാര്യങ്ങളും വരില്ല. ഇതൊക്കെ എല്ലാം നല്ല ബ്രീഡിങ് നല്ല ക്വാളിറ്റിയാണ്. പിന്നെ നമ്മൾ കൊടുക്കുന്ന വെള്ളം. ഓക്കെ, നമ്മൾ കുടിക്കുന്ന വെള്ളം എങ്ങനെയാണോ നല്ല രീതിയിൽ തന്നെ കൊടുക്കണം.
അതാണ് നമ്മൾ ഈ കിളികളെ ക്വാളിറ്റി കാര്യം ആവാനുള്ള മെയിൻ റീസൺ. ഓക്കെ, നമ്മൾ നല്ല രീതിയിലുള്ള സൺലൈറ്റ്, നല്ല രീതിയിൽ വൃത്തി, നല്ല രീതിയിലുള്ള വെള്ളം ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ കിളിയൊക്കെ അസുഖം വരത്തില്ല. ഓക്കെ, ഇതാണ് നമ്മളെ ഫസ്റ്റ് നമ്മളെ ഏവർക്കകത്ത് വന്ന കിളി. അതുവരെ അത്യാവശ്യം നല്ല വർഷങ്ങളായി, അത്യാവശ്യം നല്ല ഏജും ഉണ്ട് ആ കിളിക്ക്. ഇപ്പോഴും ആ 4-5 കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട്, 4 കുഞ്ഞുവരെ നോക്കുന്നുണ്ട്, 6 കുഞ്ഞുവരെ വിരിച്ചെന്ന പേരൻസാണ്. ഓക്കെ, അതൊക്കെ സൺലൈറ്റ് എല്ലാ ഏവർക്കകത്ത് അടിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇതേമാതിരി സൺലൈറ്റുള്ള ഏവരെ ആദ്യം സെറ്റ് ചെയ്യുക, നല്ല രീതിയിൽ കിളി വളർത്തുക. അപ്പോൾ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളെ പറഞ്ഞു തന്നിട്ടുള്ളൂ. താങ്ക്സ്.